കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോ മീന്തുള്ളിയിൽ മലവെള്ളപ്പാച്ചിൽ ഒറ്റപ്പെട്ടു പോയ കർഷകനെ രക്ഷിക്കുന്നതിനിടെ മരണമടഞ്ഞ ദുരന്ത രക്ഷാപ്രവർത്തകൻ രാജേഷിന് നാടിന്റെ ആദരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ നേമത്തെ വീട്ടിൽ എത്തിച്ചിരുന്നു. നേമത്തെ വീട്ടിലെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദരമർപ്പിച്ചു. അദ്ദേഹത്തിനൊപ്പം മന്ത്രിമാരും എം.എൽ.എമാരും ഒക്കെ ഉണ്ടായിരുന്നു. രാജേഷിന്റെ ഭാര്യ ഷാഫിയ, മക്കളായ ആർഷൻ, അഭിഷേക് എന്നിവരെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം സാറേ എന്ന് കുഞ്ഞുങ്ങൾ കരച്ചിലോടെ പറഞ്ഞതോടുകൂടി വി.ഡി. സതീശൻ ഈറനണിഞ്ഞാണ് മരണവീട്ടിൽ തുടർന്നത്. രാജേഷും ഭാര്യ ഷാഫിയ, മക്കളായ ആർഷൻ, അഭിഷേക് എന്നിവരും അച്ഛനമ്മമാരും താമസിക്കുന്ന കുടുംബ വീട്ടിലാണ് രാജേഷിൻ്റെ മൃതദേഹം എത്തിച്ചത്. നിലവിൽ ഈ കുടുംബം രാജേഷിനെ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചു പോന്നിരുന്നത്. ജപ്തി ഭീഷണിയിലാണ് ഈ കുടുംബം. ലൈഫ് മിഷൻ വഴി അനുവദിച്ച വീടിൻ്റെ നിർമ്മാണവും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പാതി വഴിയിൽ മുടങ്ങിയിരുന്നു. എന്തായാലും രാജേഷിൻ്റെ അച്ഛൻ രാജശേഖരൻ വീടിനടുത്തൊരു ചെറിയ കട നടത്തുകയാണ്. രാജേഷിൻ്റെ മരണവിവരം അറിഞ്ഞ അമ്മ ഗീതയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നവർ സമീപമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്തായാലും ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടതിന് ശേഷമാണ് വി.ഡി. സതീശൻ മരണവീട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. സംസ്ഥാന സർക്കാർ ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയതിനു ശേഷം കാലവർഷക്കെടുതിയിൽ മരണപ്പെട്ട ആളുകൾക്ക് 8 ലക്ഷം രൂപ, കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിരുന്നു. സഹായധനം എന്തായാലും രാജേഷിന് ലഭ്യമാകും. മാത്രമല്ല, രാജേഷിൻ്റെ ഭൗതിക ശരീരം സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടുകൂടിയാണ് ഇന്ന് സംസ്കരിക്കുക. അതും അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പരിശീലകനും തിരുവനന്തപുരം സ്വദേശിയുമായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടാണ് മരിച്ചത്. കേവലം 36 വയസ്സ് മാത്രമായിരുന്നു രാജേഷിൻ്റെ പ്രായം. സ്വന്തം ലൈഫ് ജാക്കറ്റ് അപകടത്തിൽപ്പെട്ടയാൾ കൂരി നൽകിയ ശേഷമാണ് രാജേഷ് കയറിൽ തൂങ്ങി മടങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത്. ഓഗസ്റ്റ് 1 വൈകിട്ടായിരുന്നു സംഭവം. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാര്യങ്കോട് പുഴയ്ക്കും കാടിനുമിടയിലുള്ള കൃഷിയിടത്തിൽ കോരുവള്ളിയിലെ ശബനിയിൽ ബെന്നി അകപ്പെടുകയായിരുന്നു. വെള്ളം കഴുത്തൊപ്പം ഉയർന്നതോടെ തെങ്ങിൽ പിടിച്ചുനിന്ന ബെന്നിയെ രക്ഷിക്കാൻ രാജേഷും സഹരക്ഷാപ്രവർത്തകരായ ഷിബിനും ജിതിനും വടവുമായി ഇറങ്ങി. രാജേഷ് തന്റെ ലൈഫ് ജാക്കറ്റ് ബെന്നിയെ ധരിപ്പിച്ച ശേഷം വടത്തിൽ പിടിച്ച് ഇക്കരയ്ക്ക് കടക്കുന്നതിനിടെ ഏറ്റവും പിന്നിലായിരുന്ന രാജേഷിന്റെ പിടിവിട്ട് അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നേമം കല്ലിയൂർ കിഴക്കേത്തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരൻ, ഗീതാ ദമ്പതികളുടെ മകനാണ് രാജേഷ്. സാഹസിക കായിക ഇനമായ റപ്പലിംഗ് പരിശീലകനായ രാജേഷ് അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റി അംഗവുമായിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്തും വയനാട് ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ് രാജേഷ്. ത്രോബോൾ ദേശീയ ടീം അംഗവും NCC കേഡറ്റുകളുടെ ട്രക്കിംഗ് പരിശീലകനുമായിരുന്നു. ഒരു മാസം മുൻപാണ് കണ്ണൂരിലേക്ക് പരിശീലകനായി അദ്ദേഹം എത്തിയത്. വീട്ടിലെ ഏക ആശ്രയമായിരുന്ന രാജേഷിന്റെ വേർപാടോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ട് കുടുംബം. വലിയ തീരാനഷ്ടമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. 2 വർഷം മുൻപ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. തുടർന്ന് രാജേഷായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ. അഡ്വഞ്ചർ പരിശീലകനായി പ്രവർത്തിക്കുമ്പോഴും കുടുംബം പോറ്റാൻ, നാട്ടിൽ മരം മുറിക്കാനൊക്കെ രാജേഷ് പോകുമായിരുന്നു. ഏതൊഴുക്കിനെയും മറികടക്കാനും എത്ര ഉയരത്തിലുള്ള പാറക്കെട്ടിലും കയറിൽ പിടിച്ചു കയറാനുമൊക്കെ കഴിയുന്ന വ്യക്തിയായിരുന്നു രാജേഷ്. അതുകൊണ്ട് രാജേഷ് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം. ആ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് രാജേഷിൻ്റെ മരണവാർത്ത ഇന്ന് ആ കുടുംബത്തെ തേടിയെത്തിയത്.